ഇനിയിപ്പോൾ പണ്ടാര അടുപ്പിൽ തീ പകരുന്ന ആ നിമിഷമാണ് നമ്മൾ കാണുന്നത്. ഇതേ സമയം തന്നെ പുറത്ത് ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും ഒക്കെ നടക്കും. ക്ഷേത്ര തിടപ്പള്ളിയിൽ നിന്നുള്ള ദീപമിത എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ടാര അടുപ്പിൽ തീ പകരുകയാണ്. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ്. പണ്ടാര അടുപ്പിൽ ജ്വലിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുക. തിടപ്പള്ളിയിൽ നിന്നുള്ള ദീപമിത പൊങ്കാലയ്ക്കായി തയ്യാറാക്കിയ പണ്ടാര അടുപ്പിൽ തീ പകർന്നിരിക്കുന്നു. ഇനി ഇവിടെ നിന്നുള്ള ദീപം സമീപത്തുള്ള അടുപ്പുകളിലേക്ക്, ക്ഷേത്ര ചുറ്റുപാടുമുള്ള അടുപ്പുകൾ അത് നിരനിരയായി കിലോമീറ്ററുകളോളം നീണ്ടിട്ടുണ്ട്. അവിടേക്കെല്ലാം ഇനിയിപ്പോൾ എല്ലാ അടുപ്പുകളിലും തീ പകരുന്ന ഒരു നിമിഷമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പണ്ടാര അടുപ്പിൽ തീ പകർന്നിരിക്കുന്നു. ചെണ്ടമേളവും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് പുറത്ത് കരിമരുന്ന് പ്രയോഗവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എല്ലായിടങ്ങളിലും ഇതാ ചിപ്പി എല്ലാ പൊങ്കാലയ്ക്കും നമ്മൾ കാണുന്ന സ്ഥിരം സാന്നിധ്യമാണ്. അവരെല്ലാവരും ഇപ്പോൾ ക്ഷേത്ര തിടപ്പള്ളിയിൽ നിന്നും പകർന്ന ആ ദീപം എല്ലാ അടുപ്പുകളിലേക്കും എത്തുകയാണ്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ വീടുകളിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. എല്ലാവരും ഇതേ സമയം തന്നെ തീ കൊളുത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അടുപ്പുകളും ജ്വലിക്കുകയാണ്. അനന്തപുരി ഇതാ യാഗശാലയായി മാറുകയാണ്. എല്ലാ അടുപ്പുകളും ഒരേ സമയം ജ്വലിക്കുകയാണ്. സുനിഷ, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ, മണിക്കൂറുകൾ കാത്തുനിന്ന കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ഇതാ ആറ്റുകാൽ പണ്ടാര അടുപ്പിന് തീ പകർന്നതോടുകൂടി തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഇതാ എല്ലാ അടുപ്പുകളിലും തീ പകർന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. നമുക്ക് കേൾക്കാം, ചെണ്ടമേളം കേൾക്കാം, കതിന വെടി മുഴങ്ങുന്നത് കേൾക്കാം. ഇതാ തലസ്ഥാനത്തിലുള്ള നാനാ വിഭാഗത്തിലുള്ള ആളുകളോട് നാനാ ഭാഗങ്ങളിലായി പൊങ്കാല അടുപ്പുകൾ കൂട്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഓരോ മനുഷ്യർക്കുമുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നോളൂ എന്നൊരു മുന്നറിയിപ്പ് ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നതാണ്. ആ മുന്നറിയിപ്പ് ഏതായാലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തലസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലായിടത്തും സജ്ജീകരിച്ചിട്ടുള്ള ഈ പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അങ്ങോട്ട് ഇനിയൊരു 2 മണിക്കൂർ എന്ന് പറയുന്നത് ഈ നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കിലേക്ക് മാറുന്നു എന്നതാണ്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ഭക്തരിൽ നിന്നും മാറിക്കൊണ്ട് ആത്മസമർപ്പണത്തിലേക്കുള്ള, അല്ലെങ്കിൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള, ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കാനുള്ള തിരക്കിലേക്ക് ഭക്തജനങ്ങൾ മാറുന്നു എന്നത് ാണ്. എന്തായാലും പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞു. ആ ദേവിക്കുള്ള പൊങ്കാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൂകുമ്പോൾ ഒരുപക്ഷെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പൊങ്കാലയാണ് എന്നതാണ്. അതും മൺകലത്തിൽ ഉണ്ടാക്കുന്ന പൊങ്കാലയാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ ഭക്തരും ഈ പൊങ്കാല തയ്യാറാക്കാനായി പല ഭാഗങ്ങളിൽ നിന്നും, പല സംസ്ഥാനങ്ങളിൽ നിന്നും, പല ജില്ലകളിൽ നിന്നുമൊക്കെ തലസ്ഥാനത്തെ ഇവിടെ എത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സജ്ജമാക്കിയ ഈ പറയുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും, നേരത്തെ ഈ തെരളിയപ്പമായാലും മണ്ടപ്പുറ്റായാലും അതൊക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനി ദേവിക്കായി തയ്യാറാക്കുക എന്നത് തന്നെയാണ്. അതിലേക്ക് ഓരോ ജനങ്ങളും, ഓരോ ഭക്തജനങ്ങളും കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറിയിരിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരത്തെ എല്ലായിടത്തും ഇതാ പൊങ്കാല അടുപ്പുകളിൽ തീ പകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പണ്ടാര അടുപ്പിൽ നിന്ന് നഗരം മുഴുവൻ, നഗരത്തിന്റെ വിവിധ കോണുകളിലേക്ക് അതൊരു യാഗശാലയായി മാറുകയാണ്. നല്ല ചൂടുണ്ട്, കുംഭച്ചൂടിനെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അടുപ്പുകളിൽ തീ പകർന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കനലിൽ നിന്നുയരുന്ന, തീയിൽ നിന്നുയരുന്ന ആ ഒരു ചൂടിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് അമ്മമാർ പൊങ്കാല ഇടുകയാണ്.